ഹലോ ആൻഡ് വെൽക്കം ടു ആറാൻസ്. അദാനി ഹിൻഡൻബർഗ് സാഗയുടെ പുതിയ ട്വിസ്റ്റിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എങ്ങനെയാണ് സാൻഡ്വിച്ചായി പെട്ടുപോയതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം US ആസ്ഥാനമായുള്ള റിസർച്ച് ഫേമും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേഷനും അക്കൗണ്ടിംഗ് ഫ്രോഡും ചൂണ്ടിക്കാണിച്ച് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ഗൗതം അദാനിയും കുടുംബവും $120 ബില്യൺ തട്ടിപ്പ് വഴി പണം സമ്പാദിച്ചതായാണ് റിപ്പോർട്ട് അവകാശപ്പെട്ടത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അദാനിയുടെ 7 ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരി വിലയിൽ അസാധാരണമായ 800% വർധനവ് ഉണ്ടായതായും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഈ ആരോപണങ്ങളുടെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ അദാനിയുടെ സമ്പത്ത് $80 ബില്യൺ കൂടുതൽ കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ $150 ബില്യൺ നഷ്ടം സംഭവിച്ചു. ഈ ആരോപണങ്ങളോട് പ്രതികരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി ഒരു അന്വേഷണം ആരംഭിച്ചു. കൂടാതെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഹിൻഡൻബർഗ് ഒരു രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല എന്ന് സെബി കൺസേണും ഉയർത്തി. ഇതിനെ തുടർന്ന് ഹിൻഡൻബർഗ് തിരിച്ചടിച്ചു. അദാനി പോലെയുള്ള ഇന്ത്യൻ കമ്പനി ഗ്രൂപ്പുകളെ സംരക്ഷിക്കുകയാണ് സെബി എന്ന് ആരോപിച്ചു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന ആരോപണം അദാനി ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് ചെയ്തതിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പങ്ക് സെബി മറച്ചുവെച്ചു എന്നുള്ള ഹിൻഡൻബർഗിന്റെ ആരോപണമായിരുന്നു. ഷോർട്ട് സെല്ലിംഗ് എന്നത് വിലയിടിവ് പ്രതീക്ഷിക്കുന്ന ഓഹരികൾ കടം വാങ്ങുകയും നിലവിലെ വിലയ്ക്ക് വിൽക്കുകയും പിന്നീട് വില കുറഞ്ഞ സമയത്ത് തിരികെ വാങ്ങി കടം വാങ്ങിയ ഓഹരികൾ തിരികെ നൽകിക്കൊണ്ട് ഇവ തമ്മിലുള്ള എമൗണ്ടിലെ വ്യത്യാസം ലാഭം എടുക്കുകയും ചെയ്യുക എന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ സങ്കീർണമായ പ്രക്രിയയാണ്. ഹിൻഡൻബർഗ് US-ലെ ഒരു പ്രധാന ഹെഡ്ജ് ഫണ്ട് ആയിട്ടുള്ള കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റുമായിട്ട് ചേർന്നുകൊണ്ടായിരുന്നു അദാനി സ്റ്റോക്കുകൾ ഷോർട്ട് സെൽ ചെയ്തത്. ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് കാണിച്ച തന്ത്രം കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സബ്സിഡിയായിട്ടുള്ള കൊട്ടക് മഹീന്ദ്ര ഇന്റർനാഷണൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സെബി രജിസ്റ്റേർഡ് കമ്പനിയായിട്ടുള്ള കെ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി വേഗത്തിലാക്കാൻ സഹായിച്ചത്. ഈ കമ്പനി ഒരു സെബി രജിസ്റ്റേർഡ് കമ്പനിയായിരുന്നു. ഹിൻഡൻബർഗ് അവകാശപ്പെടുന്നത് സെബി കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പങ്ക് മറച്ചുവെക്കുന്നു എന്നുള്ളതാണ്. സെബി അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയും കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പേര് സൂചിപ്പിക്കാതെ അതിന്റെ ചുരുക്കരൂപമായിട്ടുള്ള KMIL എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഹിൻഡൻബർഗിന്റെ ആരോപണം. ഈ വിഷയത്തിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പേര് വലിച്ചഴിക്കാതിരിക്കാൻ സെബിയുടെ ബോധപൂർവമായ ശ്രമമാണെന്നാണ് ഹിൻഡൻബർഗ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ വിശദീകരണം അവർ കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ്സിന് വേണ്ടി ഇടപാടുകൾ സുഗമമാക്കുക മാത്രമാണ് ചെയ്തതെന്നും ഹിൻഡൻബർഗ് റിസർച്ചുമായി കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തങ്ങൾക്ക് അറിവില്ല എന്നുമാണ്. അതായത് ഷോർട്ട് സെല്ലിംഗ് നടത്താൻ കിങ്ഡൺ ഫണ്ട് തിരഞ്ഞെടുത്ത ഉപഫണ്ട് തങ്ങളുടെ കീഴിലുള്ളതാണെങ്കിലും അവർക്ക് ഹിൻഡൻബർഗ് റിസർച്ചുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുമാണ് കൊട്ടക് ബാങ്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ സംഭവം കൂടുതൽ കെട്ടുപിണഞ്ഞതാകുന്നു. ഹിൻഡൻബർഗ് റിസർച്ചും കിങ്ഡണും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ടാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഇടപാട് സുഗമമാക്കിയത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ഈ വിഷയത്തിൽ സുതാര്യത വേണമെന്ന് എല്ലാ മാർക്കറ്റ് പാർട്ടിസിപ്പൻസും ആവശ്യമുയർത്തിക്കൊണ്ടിരിക്കുന്നു. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പങ്ക് സംബന്ധിച്ചുള്ള ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ സെബിയുടെ അന്വേഷണത്തിൽ എത്രത്തോളം ആഴത്തിൽ പരിശോധിക്കുമെന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വിശദീകരിച്ചതുപോലെ അവർക്ക് ഇക്കാര്യത്തിൽ അറിവില്ലെങ്കിൽ അന്വേഷണം കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് സെബി കേന്ദ്രീകരിക്കും. പക്ഷേ ഹിൻഡൻബർഗ് ഉന്നയിക്കുന്ന ബന്ധം സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തു വന്നാൽ സെബിക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പങ്കും വിശദമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇതെല്ലാം സമയവും അന്വേഷണത്തിന്റെ ഫലങ്ങളും വെളിപ്പെടുത്തും. അദാനി ഹിൻഡൻബർഗ് സംഘടന പുതിയ വെളിപ്പെടുത്തലുകളോടെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. Thanks for watching RNC. Don't forget to like, share and subscribe for more financial updates.